കുരുപ്പിനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറായിരുന്നു ഗൈസ്. അപ്പോളിങ്ങനെ ഞൊളച്ചോണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈമായിട്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ രാവിലെ അഭിഷേകമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വയ്യ ഇറങ്ങാൻ തുടങ്ങിയിട്ട് എല്ലാവരും ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ വന്ന വഴിയിലേ മ്ലാവിനെയൊക്കെ കണ്ടായിരുന്നു. എന്നിട്ട് പമ്പയിൽ വെച്ചിട്ട് അവിടെ ഉള്ളൊരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പമ്പയിൽ ഇറങ്ങിയിട്ടുണ്ട് കുളിക്കാനായിട്ട്. വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഒരു ചന്ദനക്കുരയൊക്കെ തൊട്ടിട്ട് നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴി അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന പ്രതിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് നിലക്കൽ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പിള്ളേരെ കൊള്ളുകൊണ്ട് തിക്കിലും തിരക്കിലൊക്കെ ഇങ്ങനെ ഉന്തിക്കയറാനൊന്നും നിന്നില്ല. സമാധാനമായിട്ട് ഒരു ബസ് വന്നപ്പോൾ അതിൽ കയറി നമ്മൾ പോയിരുന്നു. ഇങ്ങനെയാണ് വന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ അമ്പലങ്ങൾ ഇങ്ങനെ കയറി തന്നെ തിരിച്ചും പോണത് ഗൈസ്. അപ്പം നമ്മതേ ആറന്മുള എത്തിയിട്ടുണ്ട്. ആറന്മുളയിൽ അവിടെ ചെന്ന് അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുത്തെ അന്നദാനമൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പം ആറന്മുളയിൽ ഫുള്ള് ആറന്മുള കണ്ണാടികളുടെ കടകളാണ്. തിരിഞ്ഞാലും കണ്ണാടിയാണ്. അടുത്തത് നമ്മൾ പന്തളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു മുഖത്ത്. ആ ചിരി കണ്ടാൽ എന്താണ് സംഭവം. കളിപ്പാട്ട കടകളൊക്കെ ഉള്ളതുകൊണ്ട് ഏക്കതേ ഓരോന്നൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മണ്ണാർശാല പോയി കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അവസാനമായിട്ട് അമ്പലപ്പുഴയിലും കയറിയായിരുന്നു കഴിച്ചു. അപ്പം അമ്പലപ്പുഴ കയറിയപ്പോൾ ഞാൻ ഒരു കൃഷ്ണനെ വാങ്ങിച്ചിട്ടുണ്ട്. അവസാനം അവറായപ്പോൾ നമ്മളെ പയ്യൻ ഞങ്ങളുടെ ഓണായി കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഫുള്ള് വൈബായിരുന്നു.